എറണാകുളം ജില്ലയിലെ പറവൂർ അസംബ്ലി നിയോജക മണ്ഡലം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ 5 തവണയായി അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു. 2001, 2006, 2011, 2016, 2021. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ 2021 21,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വി.ഡി. സതീശൻ വിജയിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 21,301 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. ഇത്തവണയും വി.ഡി. സതീശൻ തന്നെയാണ് പറവൂരിൽ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമേയില്ല. അദ്ദേഹം അവിടെ നിന്ന് മാറി മത്സരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്നിരിക്കെ പറവൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം അനുവദിക്കണം, തനിക്ക് ലഭിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് KPCC പ്രസിഡന്റിനും AICCക്കും കത്തയച്ചിരിക്കുന്നു. KC വേണുഗോപാലിനും കത്തയച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. DCC ജനറൽ സെക്രട്ടറി MJ രാജുവാണ് കത്തയച്ചിരിക്കുന്നത്. വെറുമൊരു കത്തയക്ക മാത്രമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തെ പിന്തുണക്കുന്ന ആളുകളുടെ ഒപ്പിട്ട കത്താണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തൻ്റെ ബയോഡാറ്റയും കൂടി KPCCക്കും AICCക്കും നൽകിയിട്ടുണ്ട് MJ രാജു. എന്ന് വെച്ചാൽ ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് MJ രാജു എന്നർത്ഥം. ആരൊക്കെയാണ് MJ രാജുവിനെ പിന്തുണക്കുന്നത്? K ശിവശങ്കരൻ മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്. അതോടൊപ്പം DCC വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നു. പറവൂർ നിയോജക മണ്ഡലം UDF ഇലക്ഷൻ ചെയർമാനായും പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഈ കത്തിനകത്ത് പറയുന്നു. MJ രാജു നൽകിയ കത്തിനകത്ത് DCC ജനറൽ സെക്രട്ടറിയാണ് MJ രാജു. മുൻ ചെയർമാനാണ്, DCC മെമ്പറാണ്. VC പത്രോസ് INTUC റീജിയണൽ പ്രസിഡന്റാണ്, INTUCയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. സാജു തോമസ് INTUC കേരള സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. MH ഹരീഷ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ആന്റണി പട്ടണം INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ. ജോൺസൺ പൂനത്തിൽ വാരാപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. TP പോളി വാരാപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. എന്ന് വെച്ചാൽ പറവൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നർത്ഥം. ഇത് ചെറിയ നീക്കമല്ല, കരുതിക്കൂട്ടിയുള്ള നീക്കം തന്നെയാണ്. MJ രാജു അറിയിച്ചിരിക്കുന്നത് തനിക്ക് പറവൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം അനുവദിച്ചില്ലെങ്കിൽ വിമതനായി മത്സരിക്കും എന്നാണ്. 5 തവണയായി വി.ഡി. സതീശൻ മത്സരിക്കുന്നു. ഇനി അദ്ദേഹം മാറണം, പുതിയ ആൾ മത്സരിക്കണം, സ്ഥാനാർത്ഥിത്വം തനിക്ക് നൽകണം. DCC ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിൽ വിമതനായി മത്സരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശന് അങ്ങനെ കോൺഗ്രസിലെ ആദ്യത്തെ വിമത ശല്യം അത് വി.ഡി. സതീശനാണ്, പ്രതിപക്ഷ നേതാവിനാണ് എന്നോർക്കണം. കാര്യം അത്ര എളുപ്പമല്ല ഇത്തവണ പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശന് എന്നർത്ഥം. ഈ നീക്കത്തെ LDF ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. സ്വാഭാവികമാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, മണ്ഡലത്തിലെ മുതിർന്ന നേതാവ്, DCC ജനറൽ സെക്രട്ടറി തന്നെ വിമതനായി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും LDF UDF നടക്കുന്ന കാര്യങ്ങൾ, കോൺഗ്രസ് നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഒരു പക്ഷേ LDF MJ രാജുവിന് പിന്തുണ നൽകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതല്ല, സ്വതന്ത്രനായി വിമതനായി മത്സരിക്കുകയാണോ ചെയ്യുക, മറ്റൊരു സ്ഥാനാർത്ഥി LDFന് മണ്ഡലത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതായിരിക്കും LDF ആലോചിക്കുക. സ്വതന്ത്രനായി വിമതനായി മത്സരിക്കട്ടെ MJ രാജു, DCC ജനറൽ സെക്രട്ടറി. LDFന് മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിലെ വോട്ട് ഭിന്നിപ്പിക്കാൻ കഴിയും. വി.ഡി. സതീശനെതിരെ വലിയ പ്രചാരണം സംഘടിപ്പിക്കാൻ കഴിയും. കോൺഗ്രസ് നേതാക്കൾ തന്നെ വി.ഡി. സതീശനെതിരെ രംഗത്ത് വരികയും ചെയ്യും. അതായിരിക്കും തന്ത്രം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, വി.ഡി. സതീശൻ ഇത്തവണ പറവൂർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിമത സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 21,000 വോട്ട് മറികടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ കടുത്ത മത്സരം വി.ഡി. സതീശന് എതിരെ കാഴ്ചവെക്കാൻ കഴിയുകയും നല്ല വോട്ട് വിമത സ്ഥാനാർത്ഥി പിടിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും LDF സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് പറവൂർ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, UDFന്റെ പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും. അങ്ങനെയുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഭാവിയിൽ മുഖ്യമന്ത്രി ആയെങ്കിലോ എന്ന നിലയിൽ ചില വോട്ടുകളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മറികടന്ന്
എം ജെ രാജുവിന് കോൺഗ്രസിൽ വലിയ ഒരു ഭിന്നതയുണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ നീക്കം അത് നിർണായകമാണ്. കാരണം വി ഡി സതീശൻ തന്നെയായിരിക്കും മണ്ഡലത്തിൽ മത്സരിക്കുക. വി ഡി സതീശനല്ലാതെ മറ്റൊരു പേർ മണ്ഡലത്തിൽ ഉയർന്നു വരികയില്ല. ഹൈക്കമാൻഡും KPCCയും വി ഡി സതീശന് പിന്നിൽ നിൽക്കും എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കെ കോൺഗ്രസിൽ നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തായിരിക്കും അതിന് പിറകിൽ? അതുകൊണ്ടാണ് ഈ നീക്കത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഏതായാലും കത്തിന്റെ പകർപ്പടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് വിമതനായി മത്സരിക്കുമെന്ന് എം ജെ രാജു പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുറത്തു വന്ന കത്തിൽ ഒപ്പിട്ട ആളുകളുടെ പേരുണ്ട്, അവരുടെ ഇപ്പോൾ കോൺഗ്രസിലെ പദവിയുണ്ട്, അതോടൊപ്പം മൊബൈൽ നമ്പർ കൂടി കൊടുത്തുകൊണ്ടാണ് കത്ത് എന്നോർക്കണം. എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റിന് AICC നേതൃത്വത്തിന് വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ഇവരുടെ പിന്തുണ തനിക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്താം എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്ക് കത്ത് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ മാധ്യമപ്രവർത്തകർക്കും ഈ കത്തിന്റെ വിശദാംശങ്ങളെക്കുറിച്ചും പിന്തുണ നൽകിയവരെക്കുറിച്ചും അവരുമായി സംസാരിച്ച് ഉറപ്പുവരുത്താം എന്നുകൂടി പറയുന്നു. എന്ന് വെച്ചാൽ കരുതിക്കൂട്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത് എന്നർത്ഥം. അത് വി ഡി സതീശന് വലിയ തലവേദന സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസ്ഥാനത്ത് ഉടനീളം പ്രവർത്തിക്കേണ്ട ആൾ കൂടിയാണ്. അതിനും ഒരു വിരാമം വരും. കാരണം കടുത്ത മത്സരം നടന്നാൽ വി ഡി സതീശൻ മണ്ഡലത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ടി വരും എന്നതും UDFനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും എം ജെ രാജുവിൻ്റെ നീക്കം ആസൂത്രിതമാണ്, കൃത്യം നിലപാട് പറഞ്ഞുകൊണ്ടാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ വാർത്തയും ചർച്ചയുമാകാൻ സാധ്യതയുള്ള കാര്യമാണ് ഇപ്പോൾ പറവൂർ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്.